Kindly do a detailed video for Maltipoo dog breed. Need to know about food, bathing, daily routine and also vaccination. Awaiting for your video. Thank you. നിമീസ് 1305 ആണ് ഈ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷെ ഇന്ന് മാൾട്ടിപ്പൂവിനെ കുറിച്ച് മാത്രമല്ല ഡിസൈനർ ഡോഗ്സിനെ കുറിച്ചും കൂടെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിജസ്. ഡിസൈനർ ഡോഗ്സ് അല്ലെങ്കിൽ പൂഡിൽ ഡോഗ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് മാൾട്ടിപ്പൂ. ഒരുപാട് കാലം വരെ പ്യോർ ബ്രീഡ് ഡോഗ്സ് അല്ലെങ്കിൽ ബ്ലൂ ബ്ലഡ് ഡോഗ്സ് ആയിരുന്നു ഒരു അപ്പർ ക്രസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന നായകൾ. കൃത്യമായ പാരമ്പര്യവും അച്ഛനമ്മമാര്, അവരുടെ അച്ഛനമ്മമാര് എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിട്ടുള്ള നായകളായിരുന്നു നായ ലോകത്തെ തന്നെ ഏറ്റവും ഉന്നതിയിലുള്ളവർ. ഇങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ ഇല്ലാത്തവർ പൊതുവെ ഒരു ഇൻഫീരിയർ ക്വാളിറ്റി നായകളായിട്ടാണ് എപ്പോഴും കണക്കാക്കാറ്. നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സിൽ പലതും ഇതുപോലെ അവഗണന ഏറ്റുവാങ്ങിയ നായകളാണ്. ഇനി നമ്മുടെ ഡിസൈനർ ഡോഗ്സിലേക്ക് വരികയാണെങ്കിൽ പൊതുവെ ഹൈബ്രിഡ് ഡോഗ്സ് എന്നാണ് പറയാറെങ്കിലും കൂടിയിട്ട് രണ്ട് ബ്രീഡുകൾ തമ്മിൽ ക്രോസ് ബ്രീഡിങ് ചെയ്ത് ഉണ്ടാക്കുന്നവരാണ് ഡിസൈനർ ഡോഗ്സ്. ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ തെരുവിൽ കാണുന്ന പല നായകളും ഡിസൈനർ ഡോഗ്സ് ആണ്. പല പ്യോർ ബ്രീഡ് ഡോഗ്സും സ്ട്രേ ഡോഗ്സ് ആയിട്ട് ബ്രീഡ് ചെയ്തിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് തെരുവിൽ പലപ്പോഴും കാണാൻ പറ്റാറുണ്ട്. പക്ഷെ ഡിസൈനർ ഡോഗ്സ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത് രണ്ട് പ്യോർ ബ്രീഡ് ഡോഗ്സിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവർ എന്നുള്ള പേരിലാണ്. പ്യോർ ബ്രീഡ് ഡോഗ്സ് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, രണ്ട് തലമുറയ്ക്ക് അപ്പുറം വരെ കൃത്യമായിട്ട് പാരമ്പര്യം അല്ലെങ്കിൽ പെഡിഗ്രി ഉള്ള നായകളെ മാത്രം ബ്രീഡ് ചെയ്താലാണ് നമുക്കൊരു ഡിസൈനർ ഡോഗിനെ കിട്ടുക. അതായത് ബെസ്റ്റ് ഓഫ് ബോത്ത് ബ്രീഡ്സ്. പാരന്റ് ബ്രീഡ്സിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ലാബ്രഡോറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഹിപ്പ് ഡിസ്പ്ലേഷ്യ പ്യോർ ബ്രീഡ് ഡോഗ്സിൽ കാണാവുന്ന ഒന്നാണ്. ഡാഷ് ഹൺസിൽ സ്പൈനൽ ഫ്രാക്ചർ അല്ലെങ്കിൽ സ്പൈനൽ ഇഞ്ചുറി പലപ്പോഴും കാണുന്നതാണ്. പഗ്, ബ്രാക്കിസെഫാലിക് ബ്രീഡ്സിൽ റെസ്പിറേറ്ററി അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായ പല പ്രശ്നങ്ങളും പലപ്പോഴും കാണാറുള്ളതാണ്. ഈ നായകളെ മറ്റ് പ്യോർ ബ്രീഡ് ഡോഗ്സ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഡിസൈനർ ഡോഗ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിൽ മിക്കപ്പോഴും പൂഡിൽ ഒരു പാരന്റ് ആവാറുണ്ട്. അതുകൊണ്ടാണ് ഈ നായകളെ പൂഡിൽ ഡോഗ്സ് എന്നും പറയുന്നത്. എല്ലാ കെനൽ ക്ലബ്ബുകളും ഇവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ പെഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ള പ്യോർ ബ്രീഡ് നായകൾക്ക് ഉണ്ടാകുന്ന ഡിസൈനർ കുഞ്ഞുങ്ങളെ ചില കെനൽ ക്ലബ്ബുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. 3 ജനറേഷനെങ്കിലും ഡിസൈനർ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് അവരെ ഒരു ബ്രീഡായിട്ട് റെക്കഗ്നൈസ് ചെയ്യാറുള്ളൂ. ഇനി കമന്റിൽ പറഞ്ഞ മാൾട്ടിപ്പൂവിലേക്ക് വരാം. മാൾട്ടീസും പൂഡിലുമായിട്ടുള്ള ക്രോസ് ആണ് മാൾട്ടിപ്പൂ. ഒരു ഹൈബ്രിഡ് പൂഡിൽ ഡോഗാണ് മാൾട്ടിപ്പൂ. എത്ര വലുതായാലും ഇവർക്ക് വിട്ടുപോകാത്ത കുട്ടിത്വമാണ് ഈ ബ്രീഡുകളെ ഏവരുടെയും പ്രിയപ്പെട്ടതാക്കുന്നത്. പൊതുവെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രീഡാണ്. പൂഡിലായിട്ടുള്ള ക്രോസ് ഹൈപ്പോ അലർജനിക്കും ആക്കുന്നുണ്ട് ഈ ബ്രീഡിനെ. ഫ്ലാറ്റ് പോലെയുള്ള ചെറിയ ലിവിങ് സ്പേസസിൽ പോലും വളർത്താവുന്ന ഒരു ബ്രീഡാണ് മാൾട്ടിപ്പൂ. പൂഡിലിൻ്റെ ഹെറിറ്റേജ് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് ട്രെയിനിങ് വഴി ഇവരെ ക്വിക്ക് ലേണേഴ്സ് ആക്കുന്നുണ്ട്. കോട്ട് കളർ ഓരോ ലിറ്ററിലും ഡിഫറെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ നായകൾക്കും കൊടുക്കേണ്ട വാക്സിനേഷൻ കോമൺ ആണ്. അത് ബ്രീഡ് അനുസരിച്ച് അതിൻ്റെ ഡോസോ അല്ലെങ്കിൽ ഷെഡ്യൂളോ മാറില്ല. സോ ആ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇനിയും അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ആദ്യം ചെയ്യേണ്ട വാക്സിനേഷൻ മൾട്ടി കമ്പണന്റ് വാക്സിനേഷൻ ആണ്. അത് 6 ആഴ്ചയ്ക്കുള്ളിലാണ് ചെയ്യേണ്ടത്. 8 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ആകുമ്പോൾ ആൻറ്റി റാബീസ് വാക്സിനേഷൻ്റെ ഫസ്റ്റ് ഡോസ് എടുക്കാം. ഈ 2 വാക്സിനേഷൻസിൻ്റെയും ബൂസ്റ്റർ ഡോസ് 1 മാസം കഴിയുമ്പോൾ വീണ്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ അസുഖങ്ങളിൽ നിന്ന് നിങ്ങളുടെ നായകൾ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിന് ശേഷം എല്ലാ വർഷവുമാണ് ബൂസ്റ്റർ ഡോസസ് എടുക്കേണ്ടത്. ഇവരുടെ മേജർ ഗ്രൂമിങ് ഇവരുടെ രോമം വൃത്തിയായി സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഡെന്റൽ കെയറും ആണ്. സ്മോൾ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഡെന്റൽ കെയർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇയർ ക്ലീനിങ്ങും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിനകത്ത് വളർത്തുന്ന നായകളെ 3-4 ആഴ്ച കഴിയുമ്പോൾ കുളിപ്പിച്ചാൽ മതിയാവും. കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഇവരുടെ രോമം നല്ല രീതിയിൽ ഡ്രൈ ആക്കുന്നത് ശ്രദ്ധിക്കണം. പ്രധാനമായും 3 സൈസിലാണ് മാൾട്ടിപ്പൂസ് ഉണ്ടാവുക. 1.5 മുതൽ 2.5 കിലോഗ്രാം ഭാരം വരുന്ന ടീ കപ്പ് മാൾട്ടിപ്പൂ, 2.5 മുതൽ 4.5 കിലോഗ്രാം ഭാരം വരുന്ന ടോയ് മാൾട്ടിപ്പൂ, 4.5 മുതൽ 9 കിലോഗ്രാം വരുന്ന സാധാരണ മാൾട്ടിപ്പൂ.
ഇതിൽ ടീക്കപ്പ് മാൽട്ടിപ്യൂവിന് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അതിനുള്ള പ്രത്യേക കെയറും കൊടുക്കണം. കുഞ്ഞു നായകളായതുകൊണ്ട് തന്നെ കുറച്ച് ഭക്ഷണമേ ഒരു നേരം കഴിക്കുള്ളൂ. അപ്പോൾ പലപ്പോഴായിട്ട് ഭക്ഷണം വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. സ്മോൾ ബ്രീഡ് കമേഴ്ഷ്യൽ ഫുഡ് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. ടീക്കപ്പ് മാൽട്ടിപ്പൂവിനെ ആണെങ്കിൽ 1/4 മുതൽ 1/2 കപ്പ് കൊടുത്താൽ മതിയാവും. ഫ്രീക്വൻസി കൂടുതൽ കൊടുക്കണം. ടോയ് മാൽട്ടിപ്പൂവിന് 1/2 മുതൽ 3/4 കപ്പ് വരെയും, കൂട്ടത്തിൽ വെയിറ്റ് കൂടുതലുള്ള മാൽട്ടിപ്പൂവിന് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയും കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഡിസൈനർ ഡോഗ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. മാൽട്ടിപ്പൂവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുള്ള നിമ്മിയുടെ സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഡിസൈനർ ഡോഗ്സിനെ കുറിച്ച് മാത്രമല്ല, മറ്റ് ബ്രീഡുകളെക്കുറിച്ചോ അല്ലെങ്കിൽ വെറ്റിനറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.